ആരാണ്ട് എന്നെ പിടിച്ച് കെട്ടിയിട്ട്? നായികയുടെ മുടി ഒറിജിനലാണോ വിഗാണെന്ന് ചോദിച്ചേ ഉള്ളൂ. നീ വന്നേ. ഏത് സിനിമാക്കാരൻ പോർക്കടാ പന്നി പ്രാഞ്ചിനെ കെട്ടിയിട്ടത്? നടിയുടെ തുണി പിടിച്ച് വലിച്ച പിന്നെ കെട്ടിയിടാതെ പുന്നാരിക്കണോ? ഞാൻ വലിച്ചില്ല. പോർക്കെന്നോണ പറയണ ശശിയേട്ടാ, ഇവനാണ് സ്റ്റണ്ട് മാഷ്. ഓ, പാണ്ടിക്കാരും ഉണ്ടല്ലോ കൂടെ. കൊച്ചിയിൽ വന്നാണ് പന്നിയുടെയൊക്കെ കളി. ഇന്ത്യക്കാരനോട് കളിക്കൽ പാണ്ടിക്കാരൻ ആരടാ? വാടാ അവൻ ചൊവ്വന്ന് വന്നതാണെന്ന് തോന്നുന്നു. ആരെങ്കിലും വിളിച്ച തലയും കുത്തി ആടാ പതി പറയണത്. അത് നേരം ചൊവ്വേ. വേണ്ട വേണ്ടട്ടാ വേണ്ട. ഓട്ടമാഷേ, നമ്മളൊക്കെ ഇനിയും കാണാനുള്ളവരല്ലേ? നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ അങ്ങ് മാറും. ചൊറിച്ചിലിന് മരുന്ന് അടിയല്ലല്ലോ, ഓയിന്റ്മെന്റ് അല്ലേ? സ്റ്റണ്ട് മാസ്റ്റർക്ക് മരുന്നിടാൻ വന്നാണോ? നീയും കൊള്ളു അടി. Here we go, watching the big show. Tripping in the river, but I tell you the dirty. Right to left to right, it's gonna be alright. Honey, you might leave it to me. It's gonna be the best time. Tripping in the river, tripping in the river. अरे सारे कुत्ते की बच्चे, 1947 में यरवदा जेल में सुप्रिंटेंडेंट ने गांधी जी को बुरी तरह पीटा। आने वाली पीढ़ियां इस बात पर कठिनाई से विश्वास करें कि इस तरह रक्त मांस वाला पुरुष पृथ्वी तल पर उल्पन्न हुआ था। मामा जी आइए, बैठिए, अखबार पढ़िए। कुत्ते कमीने, गाय हमको दूध देता है, पालतू जानवर कुत्ते। ചോറിച്ചിൽ വന്ന ഓയിന്റ്മെന്റ് തന്നെ തേക്കണോടാ ഓണാപ്പച്ചാരെ. സ്റ്റണ്ട് മാസ്റ്റർ പേരെന്താന്നാ പറഞ്ഞേ? മാഫിയ ശശി. മാഫിയ എന്നുള്ളത് നിന്റെ അച്ഛന്റെ പേരാണോടാ? ശശി, അത് മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഈ ശശിമോന്റെ കൂടെയുള്ള സകല സ്റ്റണ്ട് മക്കളോടും കൂടാ പറയുന്നത്. കരാട്ടയും കുറുവിളിത്തല്ലുമായിട്ട് കൊച്ചി കളത്തിലിറങ്ങിയാലുണ്ടല്ലോ, സിനിമയിലെ സ്റ്റണ്ട് മാഷാണോ സ്കൂൾ ഹെഡ് മാഷാണോന്നും ഞങ്ങൾ നോക്കിയാല സകലവനും മേടിക്കും. നല്ല പടക്കം പൊട്ടുന്ന അടി. അരെ ഓ സാമ്പ വേണ്ടയടിച്ചാൽ തൊണ്ടേ കെട്ടിവിടാം പാണ്ടിക്കാര. കേട്ടോ? Tripping in the river, tripping in the river. But I tell you the dirty. It's gonna be the best time. Honey, you might be bully you better. എന്തൊരു കീറാണാ പാഞ്ചിയത്? ഇത് വല്ലൊരു കീറാണാ? നമ്മുടെ ബോംബെയുടെ കീറലായിരുന്ന അത് കറക്റ്റ്. അത് പറയുമ്പോ കണ്ട രോമൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണ. ഇത്രയും മുട്ടം കാട്ടൻ ഡയലോഗ് അമിതാഭ് ബച്ചൻ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ബോംബെ ഒറിജിനൽ ബോംബെ ആയത്. മോനെ ഷായി, നീ എന്താണ് കുട്ടി തിരിഞ്ഞ് നിൽക്കണത്? ഇങ്ങനെ നിന്ന വണ്ടിപ്പേറ്റ സാജി കുണ്ടിപ്പേറ്റ സാജിയാവും. അത് കറക്റ്റ്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട്. ബോംബെയുടെ ആ സുനെ ഒന്ന് കാണിച്ചു തരാമോ? ആശാന് കാര്യം പറയുമ്പോ കോമഡി ക്ലാപ്പിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ത്വാക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഞാൻ പണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു തോരനുണ്ടാക്കി തിന്ന്. ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു ആ തോക്കെന്ന് കാണിച്ചു കൊടുത്തേ.
अरे वो सांबा आप तो गोली खाओ കള്ളത്തോക്കായിരുന്നല്ലേ? കള്ളത്തോക്കായിരുന്ന എടാ ബോംബെ ആക്ടിങ് ആയിരുന്നല്ലേ? നീ ബോംബെക്കാരനല്ലടാ, ആറ്റം ബോംബ്, ആറ്റം ബോംബ്. ഇനി കൊച്ചിയിൽ നമ്മളൊരു കലക്ക് കലക്കും. കൊച്ചി മാത്രമല്ല, മരട്, മാമംഗലം, മട്ടാഞ്ചേരി, പനങ്ങാട്, പരമ്പുകാട്, പൂവപ്പാടം, മുരിക്കുംപാടം, വല്ലാറുപാടം, വയറ്റിലെ വൈപ്പിങ്കര, കണ്ണമാലി, കടമക്കുടി, കുമ്പളങ്ങി, തേവര, തമ്മനം, തോപ്പും പടി. ഇനി നമ്മളിവിടെ കിടന്നൊരു ചെതറും. എറണാകുളം നമ്മള് കുളമാക്കി എടുക്കും. എന്താ പൊന്നോ? ആ എന്താണ് ബായി? ഫോൺ ചെയ്യാൻ വന്നതാ. മൊബൈൽ ഇന്നലെ കളിക്കടെ കളഞ്ഞു പോയില്ലേ? ഒരു മൊബൈൽ പോയാൽ എന്താണ്, 9 മൊബൈൽ സംഘടിപ്പിച്ചിരുന്നു. ഫോട്ടോ ഒന്നുമില്ലേ? ഒരു നല്ല ഓട്ടം കിട്ടി, അപ്പം നിർത്തി മടുത്തിട്ടേ റെസ്റ്റാണ്. ആശാനവിടെ ദാഹിച്ചിരിപ്പുണ്ട്. കളത്തിലില്ലാത്ത ആൾക്കാരാണല്ല. ആരാ? പുതിയ പയ്യന്മാരാണ്. മൊട്ടയെന്ന് ഇവരെണിക്കുമ്പോ വടിവാളായിട്ട് ഇറങ്ങിക്കോളല്ല. കൊച്ചിയിൽ മാത്രം എന്താ ഇത്രയും കൊട്ടേഷൻകാര്? കൊച്ചിയില് മാത്രമല്ല കൊട്ടേഷൻ, എല്ലായിടത്തുണ്ട്. പകുതി സിനിമാക്കാര് പറഞ്ഞു വരിപ്പിക്കണേന്ന്. ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഏർപ്പാടിലെ സിനിമാക്കാര് എന്ത് ചെയ്യുമായിരുന്നു? ഒരു കഥപ്പടം കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. അപ്പുറത്തൊരു ഷൂട്ടിംഗ് കിടപ്പുണ്ട്, അതും കൊട്ടേഷൻ പടമാണ്. നമ്മുടെ പഴയ സ്റ്റണ്ട് മോഷൻ ടീമാണോ? ഇത് മലയാളം പടം. ഞാനിപ്പോ വരാം. എവിടെ പോണു? ഞാൻ കൊണ്ടുവിടാ. വേണ്ട, ബ്രാഞ്ച് വിട്ടോ. മൂന്നാമത്തെ പെക്കിൽ ഐസിറിനേക്കുമ്പോ വരുവോ? കുടുംബം, ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ. എത്രാമത്തെ തവണയാണ് എടുപ്പിക്കണം. ഇതിലും ബെസ്റ്റായിട്ട് മുമ്പ് അഭിനയിക്കുമല്ലോ. ഷറഫേ, ഒന്ന് പറഞ്ഞു കൊടുക്കണോ? ഇയാൾക്ക് എന്താ ആലോചിക്കുന്നത്? ജയകാന്ത, മാഷിങ് വന്നേ. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങിയത്? എനിക്ക് വേഷമൊന്നുമില്ലേ? മാഷ് എന്ത് പണിയെ കാണിച്ചേ? കയ്യും കാലും തല്ലിയൊടിച്ചനെ കണ്ട അവരിപ്പ തരും വേഷം. അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് എന്റെ നടുവ് തരെ നേരെയായിട്ടില്ല. നടനാകണമെങ്കിൽ ജീവിതം പഠിക്കണമെന്ന് പറഞ്ഞത് ഡയറക്ടർ സാർ തന്നെയല്ലേ? നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ജീവിതം പഠിക്കാനായിട്ട് ആരെങ്കിലും ഗുണ്ടകളുടെ കൂടെ പോയി ചേരൂ? പക്ഷെ വിവേകോബ്രോയ് എന്റെ പൊന്നു മാഷെ, നിങ്ങൾ എത്ര മണുങ്ങൂസനായി പോയല്ലോ. നിങ്ങളൊരു പാവത്താനാണല്ലോ എന്ന് കരുതി അവരൊരു വേഷമൊക്കെ തരാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതിനിടയില്ല മാഷ ഗുണ്ടകളുടെ കൂടെ ഒന്ന് പണിയിരുന്നത്. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അടി നടക്കുമ്പോഴല്ലേ ഞാൻ ആളെ കാണുന്നത്. ഞാൻ അപ്പൊ തന്നെ കാര്യം പറയുകയും ചെയ്തില്ലേ? കാര്യം പറയാൻ കണ്ട സമയം അത് ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി പഴയൊരു പ്രൊഡ്യൂസർ കൊടുത്ത പണിയാ. ജയകാന്ത ചാൻസ് തപ്പിയെടുത്ത മാഷ കറക്റ്റ് ആയിട്ട് അതിനിടയിൽ കയറിപ്പെടുകയും ചെയ്തു. ആഹാ, നടനായിരുന്ന ഒന്ന് കാണാതിരിക്കായിരുന്നു. സാറേ, സത്യമായിട്ട് ഞാൻ അഭിനയം പഠിക്കാൻ പോയത് അവരവിടെ. പഠിച്ചതൊക്കെ മതി, മനസ്സിലായില്ലേ? ഷറഫേ, എന്താ ഇവിടെ? സാർ, എന്നെ മനസ്സിലായില്ല സാർ. ഇതുപോലത്തെ ഒരു വേഷമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും സാർ. എനിക്ക് ഉറപ്പാണ് സാർ. മാറിക്കണോ? ഒരു അബദ്ധം പറ്റിപ്പോകാൻ സാർ. ഞാൻ ജയകാന്തനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും പറയണ്ട. ഒരു വേഷം കിട്ടാൻ വേണ്ടിയല്ല സാറേ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ഷൂട്ടിനിടയ്ക്ക് ശല്യം ഉണ്ടാക്കരുത് രാജു. സാർ അഭിനയിപ്പിച്ച് നോക്കിയിട്ട് മതി സാർ. ഇവിടെ തനിക്ക് വേഷമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ തരാൻ ഉദ്ദേശമില്ല, മനസ്സിലായോ? സാർ അങ്ങനെ പറയും. മാറിക്കണോ? എന്റെ പാവത്താൻ ഷേപ്പൊക്കെ മാറ്റി വന്നു കഴിഞ്ഞാൽ ഈ പടത്തിൽ വേഷം തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഗുണ്ടോട് കൂടെ ചേർന്നത്. സാർ പ്ലീസ്, സാർ പ്ലീസ്. വലിയ നടന്മാരെന്തെങ്കിലും കാണിച്ചതുപോലെയൊക്കെ കാണിച്ച സിനിമാ നടനാണെന്നാണ് വിചാരം. പിടിച്ചു മാറ്റണോ? വലിയ നടന്മാര് പലരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയല്ലേ? അഭിനയിക്കാൻ നടക്കണ സമയത്തെ വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുക്കടോ. നാടോ, നമ്മുടെ അടുത്ത പടേ സൂപ്പർമാൻ 5ാം പാർട്ടാ. ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി പറക്കാൻ പഠിച്ചോ? ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ. അച്ഛൻ ശരിക്കും പറക്കാൻ പോവാ? ശരിക്കും? ഇത്തവണ അച്ഛൻ ശരിക്കും പറക്കാൻ പോകും.
ആരുടെ അവിടെ നോക്കിട്ടണം ഒരുപാട് മറ്റേടത്തെ ചവിട്ടാ പോക്ക്. അസഭ്യം പറയരുത് മോനെ. ആരുടെ അമ്മ കെട്ടിക്കാൻ പോടാ പന്നി? അങ്ങനെ ചോദിക്കണം. ഇങ്ങോട്ട് ഇറങ്ങി പാടാം. അതാരാശാന് ഈ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. പാമ്പൂരി സലാം. സലാമുണ്ട് സലാമേ. എന്തടാപ്പ കഴിഞ്ഞോണ ചവിട്ടി മെതിച്ചോന്ന് നിനക്ക് തികഞ്ഞില്ലടാ മോനെ. മെതിക്കാനല്ലടാ, കൊയ്യാൻ വന്നേണ്. അയ്യോ, കൊറേ നാളായില്ലേ സാറന്മാരൊക്കെ ഇവിടെ വിലസാൻ തുടങ്ങിയിട്ടെ. അയ്യോ, ഇനി ഉമ്മക്കൊരു ചാൻസ് കൂടപ്പാ. അയ്യോ പേടിയാണാശാനെ, പേടിയാണ്. ആ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, കൊയ്യാൻ കൊണ്ടുവന്നതായിരിക്കും. അപ്പൊ കൊയ്ത്തുപാട്ട് വേണ്ടേ? കൊയ്ത്തുകാരെ, വയലും വീട് പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇങ്ങനെ ഒരു സമ്മാനം തരാൻ ഇറങ്ങിയതാണ്. അന്ന് പിന്നെ നെഞ്ചത്ത് കയറുന്ന ഗ്രൂപ്പ് ഡാൻസ് കളിച്ചില്ലേ, അതിന്റെ ചെറിയൊരു പ്രൈസായി. ട്രോഫി ഉണ്ടാക്കി തരാൻ വന്നേക്കാണല്ലേ? എവിടെ നിന്നാണ് മച്ചു വരവ്? ചാവക്കാടന്നാണ്. എന്തേ കുറച്ച് കൂടി ഇറക്കുമതിയാണ്. കൊച്ചിയിലിപ്പ ഇറക്കുമതി എടുക്കണില്ല, കയറ്റുമതിയേ ഉള്ളു. വന്ന സ്ഥിതിക്ക് നീ ഇതാ കുന്നംകുളം ചന്തയിലേക്ക് ഒന്നങ്ങടെ ഇറക്കിയേക്കണം. കുറെ നാളായി ഒരു ബോംബെക്കാരന്റെ ബലത്തിലായിരുന്നല്ലോ നിന്റെയൊക്കെ കളി. എവിടാ പന്നി ആ ബോംബെ വാല? ബോംബെ തീർത്തേക്കട പന്നിയുടെ മോനെ. ഇല്ലടാ, ഒന്നും ചെയ്യുന്നില്ല പന്നികളെ. എവിടാ നിന്റെയൊക്കെ ബോംബെ? വിളിക്കാവടി മോനെ, വിളിക്കണം, വിളിക്കാൻ. ബോംബെ 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 ചവിട്ടി കൂട്ടണവര്. ഷൂട്ടിങ് ഷൂട്ടിങ്.
നടന്നാണ് ഗുണ്ടായിസം. നടക്കടാ. ഇറങ്ങി പോടല്ല. ഓ ശരി. ഇക്കണക്കിന് പോയ കൊച്ചിയിലെ നമ്പർ 1 ടീമാകുന്നമ്മ. പിന്നെ അല്ലാതെ ബോംബെ കുട്ട പുന്നാരമുത്തേ, നീ എന്താണ് മാറി നിൽക്കണത്? മച്ചാനാണ് ഇനി മുതൽ ഞങ്ങളുടെ മച്ചാൻ. മച്ചാനല്ലടാ ഈ സാധനോ? അയ്യോ, ഇത് നമ്മുടെ ആശ. പക്ഷെ അതാണ് ആശാൻ. ഞാൻ ചത്തുപോയാലും നീ ആയിരിക്കണം ഇവരുടെ അടുത്ത ആശാൻ. കേട്ടോടാ ബോംബെ കുട്ടാ. ഞാൻ ബോംബെക്കാരനല്ല. നീ ബോംബെക്കാരനല്ല പിന്നെ എവിടുത്തുകാരനാണ്? ഞാൻ ബോംബെക്കാരനല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഗുണ്ടയല്ല, ബോംബെക്കാരനുമല്ല. ഞാനൊരു സ്കൂൾ മാഷ, മോഹൻ. അഭിനയ ഭ്രാന്ത് കയറി, സിനിമാ ഭ്രാന്തി കയറി ജീവിതം നശിപ്പിച്ച് വിട്ടു. മോൻ ഇത് എവിടായിരുന്നു? എന്തൊക്കെയാ ഈ നടക്കുന്നത്? സാവിത്രി കുഞ്ഞ് എന്തിനാ മഠത്തിലേക്ക് പോയത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്താ ഒന്നും മിണ്ടാത്തേ? എത്ര ദിവസമായി മോനേട്ട ഒന്ന് വിളിച്ചിട്ട്? അങ്ങോട്ട് വിളിച്ചാലിട്ട് കിട്ടുന്നില്ല. നിങ്ങളുടെ ഫോൺ എവിടെ പോയി? എന്താ നിങ്ങൾക്ക് പറ്റിയത്? നട റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കുക, പോലീസ് പിടിക്കുക. മാഷിനെ പരുവത്തി കണ്ടപ്പോ ഉണ്ണിക്കുട്ടൻ വല്ലാതെ പേടിച്ചുപോയി. ആരാ അവരൊക്കെ? എന്തായിരുന്നു പ്രശ്നം? അവരെപ്പോഴാ പോയത്? വന്ന പാടെ ബാഗ് എടുത്തോണ്ട് പോയി. ചോദിച്ചിട്ടൊന്നും പറയാതാ കുഞ്ഞു പോയത്. ഇറങ്ങി വേണോ സിനിമാക്കാരെ, ഇറങ്ങി വാടാ. ഒരു പാവം പിടിച്ചവന്റെ ജീവിതം കോഞ്ഞാട്ടാക്കിട്ട് നീയൊക്കെ കൊതവും കുത്തി ഉറങ്ങാണടാ. പൊട്ടനാക്കിയപ്പോ നിനക്കൊക്കെ മതിയായില്ല. ചാൻസ് കൊടുത്തില്ലെങ്കിൽ വേണ്ട. നല്ല ആമ്പിള്ളേരുടെ പടത്തിൽ അവനേക്ക് ഞങ്ങളുടെ മാഷ്. നിന്റെയൊക്കെ ചീഞ്ഞപടം പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി പിടിച്ചു. നീയൊക്കെ ഫുട്പാത്തിലിരുന്ന് കിലോക്ക് പത്തേ എന്ന് പറഞ്ഞ് ഷഡ്ഡി കച്ചവടം നടത്തും.
അപ്പൊ ഞങ്ങ ഒരു വരവ് വരും. എന്തിനാടാ ഷഡ് വാങ്ങാനാണാ? ഞങ്ങളുടെ മാഷിന്റെ പടത്തിന്റെ പോസ്റ്റർ നിന്റെ നെഞ്ചത്തൊട്ടിക്കാൻ. ആ മാഷിന് നിന്നോടൊക്കെ എന്ത് ദ്രോഹാണാ ചെയ്തത്? സിനിമാടനാകാൻ നോക്കിയാടാ അങ്ങനെ ഇത് തെറ്റ്. ചാൻസ് കിട്ടിയാൽ ഏതവനാണ് ആ സിനിമയിൽ അഭിനയിക്കാത്തത്? പ്രശസ്ത സംവിധായകൻ ശ്രീകുമാറിനെ ഇന്നലെ രാത്രി കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും കാണാതായി. കൂടെയുണ്ടായിരുന്ന 2 സഹസംവിധായകരോടൊപ്പമാണ് ശ്രീകുമാറിന്റെ തിരോധാനം. സിനിമാ പ്രവർത്തകരാണ് ശ്രീകുമാറിനെ കാണാനില്ലെന്ന വിവരം പോലീസിനെ അറിയിച്ചത്. തുറന്നു കിടന്നിരുന്ന ഫ്ളാറ്റിൽ മോഷണ ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഹൻ, ഒച്ച വെക്കരുത്. സാവിത്രിയെ കാണാൻ പറ്റില്ല. അത് പറയേണ്ട സിസ്റ്റർ അല്ല. അവൾക്ക് തന്നെ കാണാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ വെച്ചത് നടക്കില്ല. എനിക്ക് അവരെ കണ്ടേ പറ്റൂ. ഇങ്ങോട്ടാണ് തള്ളി കയറി പോകുന്നത്. അയാളവിടെ ഉണ്ട്. ആര്? നീ വലിയ നടനാ. ഞങ്ങൾ തിരക്കിയായിരുന്നു വിവരമൊക്കെ. അഭിനയം നിർത്തിയിട്ട് ഇയാൾ എവിടെ ഉണ്ടെന്ന് പറയടാ. സാർ, ഞാൻ എന്റെ ഭാര്യയും മകനെയും കാണാൻ വന്നത് ഇവിടെ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ലല്ലടാ. എന്താ സാർ പ്രശ്നം? സോറി സിസ്റ്റർ. സാർ, എന്താ കാര്യം? പത്രം കണ്ടില്ലേ സിസ്റ്റർ? അത് തന്നെ പ്രശ്നം. വാദ്യർ ആദ്യം നാട്ടിൽ നിന്ന് മുങ്ങി, പിന്നെ അടിപിടി കേസിലായി. സിനിമാ പ്രാന്ത് മൂത്തപ്പോ സംവിധാനം തന്നെ അങ്ങ് പൊക്കി. സാർ, സത്യമായിട്ട് നിങ്ങൾ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാടാ. വാ. അയ്യോ സാർ, പ്ലീസ്. നടക്കടാ. സാവിത്രി, ഞാനൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമില്ല. നടക്കടാ ഇങ്ങോട്ട്. സാർ, എന്റെ മോൻ. സാധനം കാണിച്ചു തരാം. ഓർമ്മക്കട നന്ദി. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. നല്ല ഫ്രഷ് പീസാ. തന്റെ അടുത്ത പടത്തിലെ ഹീറോ. ഇനി താൻ പടം പിടിക്കുമ്പോ ഇവനെ നായകനാക്കി പടം പിടിച്ചാ മതി കേട്ടാ. മര്യാദക്ക് ഇവിടെ നിന്ന് ഗത എഴുതിക്കൊള്ളണം. ഗത പുഴുങ്ങി തീർത്താലേ നിലത്തിറക്കൂ. നിലത്ത് വന്നാലല്ലേ മോനെ സമ്മാനം. മതിയുടെ ഡയലോഗ് പുള്ളി എഴുതിക്കോളൂ. പോവാച്ചാനെ. ഇവിടെ നിന്ന് കഥ പോയിക്കോ. ഞങ്ങൾ പോയിട്ട് വരാം. മാഷ് നിക്ക് അവിടെ നിക്ക്. മിസ്റ്റർ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഒരാളെ അടച്ചുപൂട്ടി കത്തി കാണിച്ചാൽ കഥയുണ്ടാവോ? ഭീഷണിപ്പെടുത്തിയാൽ സിനിമയുണ്ടാവോ? സാർ, പ്ലീസ്. എന്ത് ഭ്രാന്താണിത്? സാർ, ഇതിലൊന്നും എനിക്കൊരു പങ്കുമില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല സാർ ഇതൊന്നും ചെയ്തത്. പിന്നെ എന്താണ് ഈ നടക്കുന്നത്? എനിക്കറിയില്ല സാർ.
സാറിന് ഓർമ്മയുണ്ടോ? എന്റെ പേര് മോഹൻ എന്നാ. മനസ്സ് വെച്ചാൽ നടക്കാത്ത ഒന്നുമില്ലെന്നാണ് ഞാൻ കരുതിയത്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. നടക്കാത്ത കാര്യങ്ങളുടെ പുറകെ പോയി ജീവിതം നശിപ്പിച്ച ആളായിപ്പോയി ഞാൻ. എടോ, അഭിനയിക്കാൻ അറിയാവുന്നവരെ സിനിമാക്കാര് കണ്ടുപിടിച്ചോളൂ. ഇതങ്ങനല്ലല്ലോ. കുറെ ഫോട്ടോ ഏതെങ്കിലും മാഗസിനിലോട്ട് അയച്ചു കൊടുത്തിട്ട് കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങിക്കോളും സിനിമാക്കാർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് സിനിമാ ഭ്രാന്തന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ, പക്ഷെ തന്നെ പോലൊരു മുതുവട്ടനെ കാണുന്ന ആദ്യമായിട്ടാ. താൻ എന്താണോ വിചാരിച്ചേ? നാട്ടിൽ കുറെ പന്ന നാടകം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ സിനിമയിൽ നായകനാവാന്നോ? ഈടോ നടനാവണമെങ്കിൽ മിനിമം ഒരു മൂട്ടയുടെ അത്രയെങ്കിലും ബുദ്ധി വേണം. ഇവിടെ ബുദ്ധി. അഭിനയം പഠിക്കാൻ അവൻ ഗുണ്ടകളുടെ അടുത്തോട്ട് പോയേക്കുന്നു. ഇക്കണക്കിനൊരു പിമ്പിന്റെ റോൾ ചെയ്യാൻ താൻ വേശ്യാലയം തുടങ്ങുമല്ലോടോ. അവന്റെ ഒക്കെ അമ്മയെ കെട്ടിക്കാനുള്ള ഭ്രാന്ത് സഹിക്കേണ്ടത് ഞങ്ങളും. ഈ സൂക്കേടിനെ പറ്റിയ ഒരു ഒറ്റ മരുന്നേ ഉള്ളൂ. ആടിച്ചിവന്റെ ഒക്കെ താഴ്വറടോമാരെ, ഇനി ഒരു അക്ഷരം വേണ്ടിയ ചവിട്ടി പണ്ടം പൊട്ടിക്ക് ഞാൻ. അവനൊരു അടികാരൻ. സിനിമയിലല്ല നീ ജീവിതത്തിൽ അടിക്കൊണ്ടിട്ടുണ്ടാ നത്തോലി. നാടകം കളിക്കുന്നവൻ എന്താടാ കുഴപ്പം? 2.5 മണിക്കൂർ തട്ടേക്കരുന്ന് ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റുള്ളൂ നിനക്കൊക്കെ. കണ്ടിടുന്നീയൊക്കെ നിന്നെയൊക്കെ ഒടേ തമ്പുരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനായിട്ടൊക്കെ ഇറക്കിയതല്ലേ. സിനിമാക്കാർക്ക് എന്താണ് 2 കൂടുതലുണ്ടോ? അതോ നിന്റെയൊക്കെ മറ്റടുത്തുനിന്നാണോ മൂലമറ്റത്തേക്ക് കറണ്ട് കൊടുക്കുന്നത്? ആനയുടെ അത്ര ബുദ്ധി ഉണ്ടെങ്കിലേ അവനെ അഭിനയിപ്പിക്കൂ. എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ. ചാൻസ് തണ്ടിയും തെറികേട്ടും തെണ്ണിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളത്. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത്? തിന്ന് എല്ലിന്റെ ഇടയിൽ കയറിയപ്പോ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നവരോടൊരു ഞാൻ ഈ ഊത്തവരിലേക്ക് ഞാൻ എന്റെ പൂഞ്ഞാണി ചെയ്തത്. ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിങ്ങളിപ്പോ പേടിച്ചില്ലേ? ഇല്ലേ? വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് ആയിത്തീരാൻ തിരിച്ചു പോകാൻ പറ്റില്ല സാർ. അടുത്ത സിനിമയിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. മാഷേ, മാഷേ, മതി. മാഷ പോലീസ് വാ. പിടിച്ച് കേരള പന്നികളാ. വാടാ അവിടെ. ചാടി പോവല്ലടാ. ശരിയാക്കി തരാനല്ലോ. സാർ, സത്യത്തിൽ എന്താണ് സാർ സംഭവിച്ചത്? ആരാണ് താങ്കൾ തട്ടിക്കൊണ്ടുപോയത്? സാറിന് തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം എന്താ? ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങാനുള്ള ശ്രമമായിരുന്നു. സാർ, ഇതിലെന്തെങ്കിലും സിനിമാ ബന്ധമുണ്ടോ? സാർ, താങ്കൾ ഒന്നും പറയാതെ പോവുകയാണ് സാർ. എനിക്കൊന്നും പറയാനില്ല സാർ. ഒരു റിട്ടേൺ കംപ്ലൈന്റ് വേണമായിരുന്നു. എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. തട്ടിക്കൊണ്ടുപോയതിൽ താങ്കൾക്ക് ഒരു പരാതി ഇല്ലെന്നാണോ? എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. എങ്കിലല്ലേ പരാതിപ്പെടേണ്ട ആവശ്യമുള്ളൂ. വണ്ടി എടുക്കും. സാർ, തന്നേരെ തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നാണ് ശ്രീകുമാർ പറയുന്നത്. അപ്പൊ പ്രതികളെന്ന് കരുതി പിടിച്ച ഇവരെ എന്ത് ചെയ്യും സാർ? ഒഴുകി തിന്നും. ഇറങ്ങി വെറുമല്ല. അയാൾക്ക് പരാതിയില്ല, പിന്നെ നമുക്കാണ് സൂക്കേട്. ഇറങ്ങി പാടാല്ല. നിന്റെയൊക്കെ ഇളി ഞാൻ മാറ്റി തരാടാ. എന്തെങ്കിലും ഒരു കേസിന് നിന്നെയൊക്കെ എന്റെ കിട്ടും. കുറിച്ച് വെച്ചോടാ. വണ്ടി എടുക്കണം. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.
മാഷ് മാഷ് കണ്ട് പഠിച്ചതല്ലേ, വിശക്കുമ്പോ തിന്നണം, കിടക്കുമ്പോ ഉറങ്ങണം, അത്രേ ഉള്ളൂ ഞങ്ങ. മാഷയുടെ ആഗ്രഹമൊന്നും നടത്തി തരാൻ ഞങ്ങൾക്ക് പറ്റൂല. നിങ്ങ വെട്ട പാടൊക്കെ മോളിലിരിക്കുന്നവൻ കാണുന്നുണ്ട്. മാഷൊരിക്ക് വലിയ ആളാവും, അത് ഷൂറാണ്. അപ്പൊ ഞങ്ങളെ കണ്ട മറക്കാതിരുന്നാ മതി. കാണുമ്പോ ഒരു സലാം, അത് മതി. പോണേണ് മാഷേ.